അതിരപ്പിള്ളിയിലെ കാട്ടാനയ്ക്കായി 2 സംഘങ്ങളായി തിരഞ്ഞ് പരിശോധന നടത്തും. കാട് പരിചിതമായ വാച്ചർമാരാണ് സംഘത്തിലുള്ളത്. ആനയെ കണ്ടെത്തുന്ന മുറയ്ക്ക് ഡോക്ടർമാരുടെ സംഘവും അങ്ങോട്ട് തിരിക്കും. കെ അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, മണിക്കൂറുകളായി ദിവസങ്ങളായി തുടരുന്ന തെരച്ചിലാണ്. ആനയുടെ ആരോഗ്യാവസ്ഥ എന്താണ് എന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏത് തരത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏത് ഭാഗത്താണ് വിവരങ്ങൾ? തന്നെ ഇപ്പോൾ നിലവിൽ 2 രീതിയിൽ, അതായത് ഈ കാടിനെ കുറിച്ച് വളരെയധികം പരിചയസമ്പന്നരായ വാച്ചർമാരുണ്ട്. അവരുടെ സഹായത്തോടു കൂടി തന്നെ ഒരു ട്രാക്കിംഗ് ടീം, 2 ട്രാക്കിംഗ് ടീമുകൾ ഈ വനത്തിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അവർ ഈ സമാന്തരമായി തന്നെ ഈ ആനയ്ക്കായുള്ള തിരച്ചിൽ നടത്തും. കാരണം ഇതിനു മുമ്പ് 2 സ്ഥലങ്ങളിൽ ആനയെ ട്രാക്ക് ചെയ്തു. പക്ഷേ ആ 2 ആനയും ഈ പരിക്ക് പറ്റിയ ആനയല്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ താടിമുടി എന്ന് പറയുന്ന പ്രദേശം, അതായത് ഇന്നലെ ആന ഓടിക്കയറിയത് ഈ ഭാഗത്തേക്കായിരുന്നു. ഈ താടിമുടി എന്ന് പറയുന്ന പ്രദേശത്ത് നിലവിൽ ആനയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പോൾ വനം വകുപ്പ് ഈ ഡ്രോൺ ഉപയോഗിച്ച്, അതായത് ഡ്രോൺ പറത്തി പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഈ ഡ്രോണിൽ ഒരുപക്ഷെ ആനയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. ഇന്നലെ നമ്മൾ നിന്ന പറയൻപാറ എന്ന ഭാഗത്തു നിന്നും ഡ്രോൺ പറത്തിയിരുന്നു. ആ ഭാഗത്ത് പറത്തിയപ്പോൾ ഈ 2 ആനകളെ കണ്ടിരുന്നു. പക്ഷേ അതിൽ ഈ മുറിവേറ്റ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഈ മലയാറ്റൂരിലേക്ക് തന്നെ ഡ്രോൺ തിരികെ കൊണ്ടുവരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ഈ ഡ്രോൺ പരിശോധന മലയാറ്റൂരിൽ നിന്നുള്ള ഡ്രോൺ ഇവിടേക്ക് എത്തിച്ച് അതിരപ്പള്ളി വനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ താടിമുടി മേഖലയിൽ, അതായത് ഇന്നലെ ആന ഓടിക്കേറിയ ഭാഗത്ത് ഒരു താടിമുടി മേഖലയിൽ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന വനം വകുപ്പ് നടത്തുന്നത് ഇവിടെ ഉണ്ട് എന്നാണ് നിഗമനം. അതിനൊപ്പം തന്നെ സമാന്തരമായി തന്നെ ഈ വനം വകുപ്പിന്റെ പരിചയസമ്പന്നരായ വാച്ചർമാർ ഉൾപ്പെടുന്ന സംഘം ട്രാക്കിംഗ് ടീമിന്റെ രീതിയിലുള്ള പരിശോധന, അതായത് വനത്തിനുള്ളിലേക്ക് ചെന്നുകൊണ്ട് ആനയെ കണ്ടെത്തുന്ന തരത്തിലുള്ള പരിശോധനകൾ അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അതിൽ ഈ ആനയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഡോക്ടർ അടക്കമുള്ള സംഘങ്ങൾ അവിടേക്ക് പോകും. പക്ഷേ ഈ മയക്കുവെടി വയ്ക്കുന്ന കാര്യത്തിൽ അപ്പോഴും അനിശ്ചിതത്വമുണ്ട്. കാരണം ഈ വനത്തിനുള്ളിൽ അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് വനത്തിനുള്ളിൽ വെച്ച് ഈ മയക്കുവെടി ആനയ്ക്ക് നൽകുകയുള്ളൂ. കാരണം ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് 30 മിനിറ്റ് ഒരു സാധ്യത പറഞ്ഞിരുന്നല്ലോ. അതിനുള്ളൊരു സാധ്യത ഇനിയുണ്ടോ? ആ മേഖല കൂടി കവർ ചെയ്തുകൊണ്ടാണോ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? ഒപ്പം തന്നെ അങ്ങോട്ടുള്ള ഗതാഗതം, സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന റൂട്ടാണ്, അതിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി. തന്നെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം വ്യക്തമായില്ല. അതായത് നേരത്തെ ഈ പുഴയിലേക്ക് ആന ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗങ്ങളിലുള്ള തെരച്ചിലുണ്ടായിരുന്നല്ലോ, അതിപ്പോഴും തുടരുന്നുണ്ടോ? അല്ല, ഇല്ല. അതായത് നിലവിൽ ആ പ്രദേശത്തൊന്നും, അതായത് ഈ തുരുത്തു ഭാഗത്തൊന്നും ആനയില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈ വനത്തിനുള്ളിൽ, അതായത് ഈ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ തന്നെയാണ് ആന എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ആന റിസർവിനുള്ളിൽ തന്നെയാണ് എന്ന നിഗമനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ ഇപ്പോൾ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടും ഈ പരിചയസമ്പന്നരായ വാച്ചർമാരെ ഉൾവനത്തിലേക്ക് കയറ്റിവിട്ടുകൊണ്ട് ആനയ്ക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്. അത്തരത്തിലുള്ളൊരു തിരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ ഒരു ആനയ്ക്ക് മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റൊക്കെയാണ് ഒരു ദൈർഘ്യം ഉണ്ടാവുക. അതിനുശേഷം 2 ബൂസ്റ്റർ വരെ നൽകാനും സാധിക്കും. അപ്പോൾ ആ സമയത്തുള്ള ആനയ്ക്ക് ചികിത്സ നൽകേണ്ടതുണ്ട്. ആ സമയത്ത് ആനയുടെ ദേഹം ഈ ഹീറ്റ് ആവാതിരിക്കാൻ വെള്ളമൊഴിച്ച് തടുപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അനുയോജ്യമായൊരു കൃത്യമായി കഴിയുന്ന ഒരു സ്ഥലമാണെങ്കിൽ മാത്രമാണ് വനത്തിനുള്ളിൽ വെച്ചുകൊണ്ട് ഈ ഡാർട്ട് അല്ലെങ്കിൽ ഈ മയക്കുവെടി വയ്ക്കുന്ന ദൗത്യം നിർവഹിക്കുക. അല്ലെങ്കിൽ ആനയെ ഒരുപക്ഷെ ഈ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് വീണ്ടും താഴേക്ക് ഇറക്കി അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം മയക്കുവെടി വയ്ക്കാൻ കഴിയുമോ എന്ന കാര്യം കൂടി വനംവകുപ്പ് പരിശോധിക്കും. എന്തായാലും ഒരു ധൃതിപ്പെട്ടുള്ള ഒരു നടപടിയിലേക്ക് എന്തായാലും കടക്കില്ല. ആനയെ സമയമെടുത്ത് കണ്ടെത്തി, അതായത് നിലവിൽ തീരുമാനിച്ച് 27-ാം തീയതി വരെയാണ് ആദ്യം ഈ ദൗത്യ സംഘത്തിന്റെ ഒരു നിശ്ചയിച്ചിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ 27-ാം തീയതി വരെ ഇവിടെ ഉണ്ട്. അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ നിലവിൽ 27-ാം തീയതി വരെ ഇവിടെ തുടർന്ന് മിഷൻ നടത്താനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ സമയമെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ചെയ്യുക. ഒരു ധൃതിപ്പെട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ആക്ഷനിലേക്കൊന്നും വനംവകുപ്പ് എന്തായാലും കടക്കില്ല. ആനയെ കൃത്യമായി തന്നെ അനുയോജ്യമായ, ആനയെ സുരക്ഷിതമായി മയക്കുവെടി വെച്ച് ചികിത്സ നൽകാൻ കഴിയുന്ന സ്ഥലത്തെത്തിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. അതിന് പക്ഷേ ഏറ്റവും പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്തൊരു പ്രതിസന്ധി ദൗത്യ സംഘത്തിന്റെ 2ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ നേരിടുന്നത്, ഈ ആനയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വരണ്ടോടി, അതായത് പടക്കം പൊട്ടിച്ച് ആനയെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ ഉൾക്കാട്ടിലേക്ക് പോയ ആന ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ 2 സംഘമായി തിരിഞ്ഞും അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുമുള്ള പരിശോധനയാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. ധന്യ. ശരി അഖിൽ.